മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒട്ടിങ്ക കൊച്ചിയിൽ അന്തരിച്ചു. ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയ റെയ്ല ഒട്ടിങ്ക പ്രഭാത നടത്തത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കെനിയയിൽ ഇപ്പോൾ ദുഃഖാചരണം നടക്കുകയാണ്. റെയ്ല ഒട്ടിങ്കയുടെ നെയ്റോബിയിലെ കാരനിലെ വസതിയിലേക്ക് ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കെനിയയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷെറി യോഹന്നാൻ തത്സമയം ചേരുകയാണ്. ഷെറി യോഹന്നാൻ, ഇവിടെ കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. എപ്പോഴേക്ക് മൃതദേഹം അവിടേക്ക് എത്തിക്കും? അവിടെ ഇപ്പോൾ നടക്കുന്ന ദുഃഖാചരണം അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് ഷെറി യോഹന്നാൻ? വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അറിയുന്നത്. കാരണം അദ്ദേഹം കിടപ്പിലായിരുന്നു. അങ്ങനെ അസുഖങ്ങളൊന്നുമില്ലാതെ പെട്ടെന്നൊരു വാർത്ത ഇവിടെ ഉള്ളവർ ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്നു. അതുപോലെ ഇവിടെ അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്നത് ബാബ എന്നാണ്. സ്വഹീലിയിൽ ബാബ എന്ന് പറഞ്ഞാൽ അപ്പ എന്നാണ്. അപ്പോൾ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് അറിയപ്പെടുന്ന അപ്പനാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസപ്പെട്ടാണ് എല്ലാവരും അവിടെയും ഇവിടെയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു തിരക്കുള്ള റോഡിന്റെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ട്രാഫിക് എല്ലാം ഇപ്പം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പലയിടത്തും അനുശോചന പ്രകടനവുമായി ആളുകൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കേൾക്കാത്ത ഒരു സ്ഥലമല്ല. കാരണം ഇതിനു മുമ്പേ റൈലയുടെ മകൾ അവിടെ ചികിത്സ തേടുകയും ആയുർവേദ ചികിത്സയിൽ അവർക്ക് സൗഖ്യം ഉണ്ടാകുകയും അങ്ങനെ ആയുർവേദ ചികിത്സയെ കുറിച്ച് ഇവിടെ ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായത് ഈ റൈല ഒഡിങ്ക മുഖേനയാണ്. അപ്പോ അങ്ങനെ ഇവിടെ എല്ലാവരും ഷോക്കിലാണ്. എന്താണ് സംഭവിക്കുന്നത്, ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ള രീതിയിൽ. ഞങ്ങളുടെ ബാബ ഞങ്ങളെ വിട്ടുപോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആയിരങ്ങള് റോഡിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. 2008 മുതൽ 2013 വരെ അദ്ദേഹം കെനിയയുടെ പ്രധാനമന്ത്രിയായിരുന്നു. നിരവധി സുപ്രധാനമായ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊണ്ട കാലയളവിൽ പ്രധാനമന്ത്രി പദം വഹിച്ചു എന്നതൊരു പ്രത്യേകതയാണ്. അതുപോലെ പലതവണ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തും അദ്ദേഹം ഇരുന്നു. നിരവധി തവണ ജയിലിലാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഭാവനകളെ, ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന സംഭാവനകളൊക്കെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുക, ഷെറി യോഹന്നാൻ? അദ്ദേഹം ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, ഇവിടെയുള്ള സ്ട്രോങ്ങസ്റ്റ് ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റൈല ഒഡിങ്ക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോസ്റ്റ് ഇലക്ഷൻ വയലൻസ് 2007 ആ സമയത്ത് റൈല ഇവിടെ പ്രൈം മിനിസ്റ്റർ പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ളവരുടെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. കാരണം ബാബ ഇനി ആര് ഭരിച്ചാലും, ഇവിടെ ആര് ഭരണത്തിൽ വന്നാലും അവരുടെ ബാബ റൈല ഒഡിങ്ക തന്നെയായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മരണത്തിന്റെ വാർത്തയാണ് പെട്ടെന്ന് ഇന്ന് കെനിയ രാവിലെ ഉണർന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു പ്രകടനവും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. ശരി, കെനിയയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷെറി യോഹന്നാൻ തത്സമയം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിങ്ക കേരളത്തിൽ വെച്ചാണ് അന്തരിച്ചത്. ചികിത്സയ്ക്കായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. റെയ്ല ഒഡിങ്ക പ്രഭാത നടത്തത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. വലിയ സങ്കടത്തോടു കൂടിയാണ് ആ വാർത്ത കെനിയ കേട്ടത്. അവിടെ ദുഃഖാചരണമടക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കെനിയയിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു ഷെറി യോഹന്നാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.